സിപിഐയുടെ ശക്തമായ എതിർപ്പിനൊടുവിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കാൻ തീരുമാനം. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ലഭിക്കും വരെ പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി. തീരുമാനത്തിന് ക്രെഡിറ്റ് എടുക്കാൻ CPI ഇല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ധാരണാപത്രം ഒപ്പുവെച്ച് കൃത്യം 7-ാം ദിവസമാണ് PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്മാറ്റം. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 7-അംഗ മന്ത്രിസഭാ സമിതിയെ നിയോഗിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളും ആശങ്കകളും കണക്കിലെടുത്താണ് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം. ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നുവന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള ഉപസമിതിയിൽ 2 CPI മന്ത്രിമാരുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. ദിവസങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് CPM ഇന്ന് CPIയുമായി സമവായത്തിലെത്തിയത്. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ CPI ഇല്ലെന്നായിരുന്നു CPI സെക്രട്ടറിയുടെ പ്രതികരണം. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. നയപരമായ വിജയമെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജയും പ്രതികരിച്ചു. It is a collective effort which brought this solution. The MOU is put on hold and put on freeze. This is what we should understand. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണിക്കുള്ളിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് CPM. മീഡിയ 1 തിരുവനന്തപുരം.